യുലേഫോൺ എന്ന ബ്രാൻഡിൻ്റെ യുലേഫോൺ ആർമർ 33 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഇത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് യുലേഫോൺ ആർമർ 33 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ആദ്യം ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ 25,500 mAh ബാറ്ററി വരുന്നുണ്ട്. വളരെ വളരെ കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നുണ്ട്. ഇപ്പോഴുള്ള ഫോണുകളിൽ 5,000, 6,000 അല്ലെങ്കിൽ മാക്സിമം 7,000 mAh ബാറ്ററിയൊക്കെയാണ് വരാറ്. ആ ഒരു ടൈമിൽ 25,500 mAh ബാറ്ററി എന്നുള്ളത് വളരെ കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റി തന്നെയാണ്. അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. അപ്പം നല്ലൊരു ചാർജിങ് സ്പീഡും വരുന്നുണ്ട്. പിന്നെ ടൈപ്പ് സി ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 മെഗാ പിക്സലിൻ്റെ 1.95 വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. പിന്നെ 64 മെഗാ പിക്സലിൻ്റെ 1.79 വരുന്ന ഒരു നൈറ്റ് വിഷൻ ക്യാമറ വരുന്നുണ്ട്. അപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഇതിൽ നൈറ്റ് വിഷൻ ക്യാമറ അടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ 50 മെഗാ പിക്സലിൻ്റെ 2.2 വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നുണ്ട്. ഇത് മാക്രോ സെൻസറായിട്ടും യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ ഫ്രണ്ടിൽ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. അപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനും ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. പിന്നെ ഈ ഒരു ഫോണിൽ യു സ്മാർട്ട് കണക്റ്റർ 2.0 സപ്പോർട്ട് വരുന്നുണ്ട്. അതായത് എക്സ്റ്റേണൽ ഡിവൈസുകൾ ഇതിലോട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ വലിയൊരു LED ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ക്യാമറ കീ ഇതിൽ വരുന്നുണ്ട്. അതായത് ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ബട്ടണൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇൻഫിനിറ്റ് ഹാലോ 2.0 എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അതായത് ഫോണിൻ്റെ ബാക്കിൽ കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ 118 dB സ്പീക്കേഴ്സാണ് ഇതിൽ വരുന്നത്. വളരെ ലൗഡായിട്ടുള്ള സ്പീക്കേഴ്സ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ 3.5mm ഓഡിയോ ജാക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ വരുന്നുണ്ട്. ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. NFC സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. ഫോണിൽ IP68 69K റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മികച്ചൊരു IP റേറ്റിംഗ് വരുന്നുണ്ട്. അപ്പം ഇതൊരു റഗഡ് സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. MIL STD 810H സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. പൊതുവെ ബിൽഡ് ക്വാളിറ്റിക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കേഷനാണ്. അപ്പം അതും നല്ലൊരു കാര്യമാണ്. ഇനി ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയന്റിൽ തന്നെ 12 GB റാമും 512 GB ഇൻറ്റേർണലൊക്കെ വരുന്നുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G100 എന്ന പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ ഏകദേശം 26,300 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ ആ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള പ്രോസസ്സർ അല്ല ഇത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 5G സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ മാക്സിമം 4G സപ്പോർട്ടേ വരുന്നുള്ളൂ. പിന്നെ LPDDR4Xൻ്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് ഇതിൽ വരുന്നുള്ളൂ. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ്സിലോട്ടൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ എക്സ്റ്റെൻഡഡ് റാം എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാം ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 12 GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.95 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. പിന്നെ LCD പാനലേ ഇതിൽ വരുന്നുള്ളൂ. ഇപ്പം 26,300 രൂപ പ്രൈസ് റേഞ്ചിൽ നമ്മൾ AMOLED ഡിസ്പ്ലേ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിവിടെ മിസ്സിംഗ് ആണ്. അപ്പം അതും കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ പഞ്ചോൾ ഡിസൈൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 120 Hz റിഫ്രഷ് റേറ്റൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് 700 nits ആണ് വരുന്നത്. ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഡിസപ്പോയിൻറ്റിംഗ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം AMOLED ഡിസ്പ്ലേ ഇതിൽ മിസ്സിംഗ് ആണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ വെയ്റ്റും തിക്നെസ്സും. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 776.5 ഗ്രാമാണ്. വളരെ വളരെ വെയിറ്റ് കൂടിയ ഒരു സ്മാർട്ട് ഫോണാണ് ഇത്. ഇപ്പോഴുള്ള ഫോണുകൾ എന്ന് പറഞ്ഞാൽ പൊതുവെ 200 ഗ്രാമിൽ താഴെയാണ് വെയിറ്റ് വരാറ്. 170 to 200 ആവറേജ് ആയിട്ടുള്ള ഒരു വെയിറ്റ് വരാറ്. ആ ഒരു ടൈമിലാണ് ഇതിൽ ഇത്രയും കൂടിയ ഒരു വെയിറ്റ് വരുന്നത്. അത് മാത്രമല്ല തിക്നെസ് വരുന്നത് 34 mm ആണ്. ഇപ്പം ഒരു റെഫറൻസിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആവറേജ് ആയിട്ടുള്ള ഫോണുകളുടെ ഇപ്പോഴത്തെ തിക്നെസ് വരുന്നത് 7 mm അതുപോലെ തന്നെ മാക്സിമം 9 mm ഒക്കെ ഇടയിലായിട്ടാണ്. എന്നാൽ ഇതിൽ 34 mm ആണ് വരുന്നത്. വളരെ വളരെ കൂടി തിക്കായിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ കൂടിയാണ് ഇത്. പിന്നെ ബാറ്ററി കപ്പാസിറ്റി ഇത്രയും കൂടുമ്പം സ്വാഭാവികമായിട്ട് വെയിറ്റും തിക്നെസ്സോ കുറച്ച് കൂടുന്നതായിരിക്കും. എന്തായാലും ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ വില വരുന്നത് $299.99 ആണ്. അതായത് 26,300 രൂപ പ്രൈസ് റേഞ്ചിൽ.
ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെ ഉണ്ട് എന്ന് വെച്ചാൽ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ലൊരു ബാറ്ററി സെറ്റപ്പ് വരുന്നുണ്ട്, നൈറ്റ് വിഷൻ ക്യാമറ വരുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല ലൗഡായിട്ടുള്ള സ്പീക്കേഴ്സ് വരുന്നുണ്ട്, പിന്നെ ഫോണിൻ്റെ ബാക്കിൽ LED ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബേസ് വേരിയൻറ്റിൽ തന്നെ 512 GB ഇൻറ്റേർണലൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സോ അല്ലെങ്കിൽ പ്രോസസ്സറോ വരുന്നില്ല. ആ കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഡിസപ്പോയിൻറ്റിങ് എന്ന് തന്നെ പറയേണ്ടി വരും. അതുമാത്രമല്ല വെയിറ്റും തിക്നെസ്സും വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ചില ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പം ഇതാണ് ഈ ഒരു ഫോണിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇതുപോലുള്ള ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾ എടുക്കുമോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തോളണം എന്നില്ല. കാരണം എനിക്ക് മെയിനായിട്ട് വേണ്ടത് ഇപ്പം പ്രോസസ്സറാണ്, അത് കഴിഞ്ഞിട്ട് ഡിസ്പ്ലേ ആണ്. ഈ രണ്ട് കാര്യങ്ങളും ഇതിൽ ഡിസപ്പോയിൻറ്റിംഗ് ആണ്. അപ്പം ഈ ഒരു ഫോൺ ഞാൻ എടുത്തോളണം എന്നില്ല. അതിൻ്റെ പുറമെ ഇതിൻ്റെ വെയിറ്റും തിക്നെസ്സും കൂടുതലും ആണ്. എന്തായാലും നിങ്ങളുടെ ആവശ്യം ഡിഫറൻറ്റ് ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ബാറ്ററിയൊക്കെയാണ് മെയിനായിട്ട് വേണ്ടത് എന്നൊക്കെ ഉണ്ടായിരിക്കും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.